ഒരു ആവേശത്തിനന്ന് കുമാറിനെ അങ്ങ് വെറുപ്പിച്ചെങ്കിലും പിന്നീട് ആലോചിച്ചപ്പോൾ അത് വലിയ അബദ്ധമായി പോയെന്ന് തോന്നി. കാരണം മീശയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു തുള്ളി വെള്ളം തുടച്ചു കളയുന്നത് പോലെ എന്നെ എന്നേക്കുമായി തുടച്ചു കളയാൻ മാത്രം ശക്തനായിരുന്നു കുമാറിന്റെ ബോസ് CS നമ്പ്യാർ. നിന്റെ ഈ ആർത്തി ഉണ്ടല്ലോ, കാശിനോടുള്ള ഒടുക്കത്തെ ആർത്തി, എഴുതി വെച്ചോ, അത് മാറിയാലേ നീ നന്നാവത്തുള്ളൂ. എന്റെ അസിയേട്ടാ, നിങ്ങളും കൂടി ഇങ്ങനെ പറഞ്ഞ പിന്നല്ലാതെ നീ ഇങ്ങനെ ഓരോ തെമ്മാടിത്തരം കാണിച്ചിട്ട് ഇവിടെ വന്ന് ഈ ഇരിപ്പിരുന്നാലുണ്ടല്ലോ, അതൊക്കെ സോൾവ് ചെയ്ത് തരാൻ ഞാൻ ഫ്രാൻസിസ് പുണ്യവാളനൊന്നുമല്ല. കോതമംഗലംകാരൻ വെറും ഒരു ഫ്രാൻസിസാ. ഇതിനു മുമ്പ് നീ ഉണ്ടാക്കിയിട്ടുള്ള പല പ്രശ്നങ്ങളിലും ഞാൻ ഇടപെട്ടിട്ടുണ്ട്. അതിന്റെ പേരിൽ പലരെയും ശത്രുക്കളാക്കിയിട്ടുമുണ്ട്. ബട്ട് ദിസ് ടൈം ഐ ആം വെരി സോറി ടു സേ, ഞാൻ ഇടപെടില്ല. കാരണം ഇത് കളി നമ്പ്യാരോട്. കൂട്ടിയാ കൂടില്ല മോനെ. നീ നിന്റെ പണി നോക്ക്. അല്ല അസിയേട്ടാ, ആദ്യം അയാൾ ഈ ഓഫീസ് കത്തിക്കും, എന്നിട്ട് എന്നെ അതിനകത്ത് പിടിച്ചിടും. രണ്ടുകൂടെ നിന്ന് കത്തും. അസിയേട്ടാ പറയട്ടെ. വിജയ്, നമ്പ്യാര് വിളിച്ചിരുന്നു. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ക്രോയിഡോൺ പാർക്ക് ക്ലബിൽ വെച്ച് അയാൾക്ക് നിന്നെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്തിന്? അത് അയാൾക്കല്ലേ അറിയൂ. പിന്നെ നമ്മൾ തമ്മിൽ എങ്ങനെയാ പരിചയം എന്ന് ചോദിച്ചപ്പോൾ ചില ഫംഗ്ഷൻസിലൊക്കെ വെച്ച് ജസ്റ്റ് കണ്ടിട്ടേ ഉള്ളെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നീ അതവിടെ ചെന്ന് മാറ്റി പറയാമെന്ന് നിൽക്കണ്ട. അയാൾക്ക് എന്ത് തോന്നുന്നു? എന്ത്? അപ്പം മറക്കണ്ട, നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് എല്ലാം പറഞ്ഞതുപോലെ. ഗുഡ് ലക്ക്. അല്ല അസിയേട്ടാ, ഞാൻ ഹലോ ഹലോ ഹായ്. ഹായ്. ഐ എം വിജയ് ദാസ്. ഐ എം പവിത്ര. ഡാഡി പറഞ്ഞു കാണുമല്ലോ അല്ലേ? യാ, ഹി ടോൾഡ് മീ. ബട്ട് വിജയ്, ഡാഡി പറഞ്ഞിരുന്നത് നിങ്ങൾ 10 o'clock എത്തുമെന്നായിരുന്നല്ലോ. എന്നിട്ടിതിപ്പം ഐ ഓൾവേസ് ലൈക്ക് ദിസ് ഓർ ദിസ് ജസ്റ്റ് വൺ ഓഫ്? അയ്യോ അതല്ല, യുനോ ഓടി വന്നപ്പോ ലേറ്റ് ആയി പോയി. സോറി. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ. ബൈ ദ വേ പവിത്ര, എനിക്കും ഈ ചാരിറ്റിയിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പക്ഷേ ഒന്നിനും അങ്ങോട്ട് ടൈം കിട്ടാറില്ല. ഓ റിയലി? യാ. എങ്കിൽ ഇത് ഞങ്ങളുടെ പിങ്ക് ഡേ സെലിബ്രേഷൻസിന്റെ കൂപ്പണ. വിജയിൽ നിന്ന് തന്നെ ആവട്ടെ സ്റ്റാർട്ടിങ്. ഷോ. ഒട്ടും കുറച്ചിട്ടില്ല. 1000 pounds ആണ്. എത്ര? 1000 pounds. പിന്നെന്താ, വൈ നോട്ട്? ഇതിന്റെ പൈസ ഞാൻ എങ്ങനെ? ഏയ് അത് സാരമില്ല, ഇന്ന് പോകുന്നതിന് മുമ്പ് ഞാനത് മറക്കാതെ വാങ്ങിച്ചോളാം. ഡാഡി കാര്യങ്ങളൊക്കെ പറഞ്ഞു കാണുമല്ലോ അല്ലേ? പറയുകയും ചെയ്തു, ഞാനത് കേട്ട് കുറെ ചിരിക്കുകയും ചെയ്തു. അല്ല, എന്നെ പോലൊരു പെണ്ണിനെയൊക്കെ പ്രപ്പോസ് ചെയ്യാൻ മാത്രം വലിയൊരു ഫൂൾ ആരാന്നോർത്ത് ചിരിച്ചതാ. സോറി, ഞാൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. ഒരിക്കലും വിജയെ പോലെ ഒരാൾക്കൊന്നും പറ്റിയ പെണ്ണേ അല്ല ഞാൻ. ഈ ഭർത്താവും കുട്ടികളും ഒക്കെ ആയിട്ടുള്ള ഒരു ടിപ്പിക്കൽ ഫാമിലി ലൈഫൊന്നും എനിക്ക് പറ്റില്ല വിജയ്. ഒന്ന് ടയർഡ് ആകുമ്പോൾ താങ്ങാൻ, കൂടെ നിൽക്കാൻ ലൈഫിലൊരു പാർട്ട്ണർ വേണം. എന്നെപ്പോലെ സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാളുടെ ഫാമിലി ലൈഫൊന്നും അതിൽ കൂടുതലാവാൻ പാടില്ല. ആൻഡ് വൺ മോർ തിങ് ഇസ്, ഇമ്മൻസ്ലി റിച്ചായ CS നമ്പ്യാരുടെ ഇൻലോ എന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജും എൻ്റെ ലൈഫ് പാർട്ട്ണർ ആവാൻ പോകുന്ന ആളിന് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഡാഡിയുടെ കാലശേഷം പവൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആക്കി മാറ്റാനാണ് എൻ്റെ തീരുമാനം. സോറി. ഇറ്റ്സ് ഓക്കെ. അതുകൊണ്ട് വിജയ് ശരിക്കും ഒന്ന് ആലോചിക്കുക. എനിക്കും വേണം ടൈം. ഞാനുമായി ഒത്തുപോകാൻ പറ്റുന്ന ഒരാളാണോ വിജയ് എന്നുള്ളത് മനസ്സിലാക്കാൻ.
ഡോണ്ട് വറി, വിജയ് പോലും അറിയാതെ ഞാനത് മനസ്സിലാക്കിക്കോളാം. എക്സ്ക്യൂസ് മീ. ഹലോ. ഓ ഹായ്, ഐ എം ഹിയർ ഓൺ മൈ വേ ടു കവൻട്രി. ഓ ഈശ്വര, ഇവള് ശരിക്കും ആ നമ്പ്യാറുടെ മോള് തന്നെയാണോ? ഓക്കെ, അതോ ബൈ. ചേച്ചി, തേട്ടപ്പള്ളി. ഞാൻ കരുതി ചേച്ചി എന്റെ കാര്യം മറന്നു കാണുമെന്ന്. അയ്യോ, അങ്ങനെ തന്നെ മറക്കാൻ പറ്റുമോ കൊച്ചേ? എന്തൊരു തണുപ്പാ ഗ്രേസി ചേച്ചി ഇവിടെ. ആഹാ, അപ്പൊ നീ ഇവിടുത്തെ ശരിക്കുള്ള തണുപ്പോണ്ട എന്തോ പറയും. ഇത് ഇവിടുത്തെ നോർമൽ ക്ലൈമറ്റാ. അയ്യോ, അല്ല, നമ്മുടെ തമ്പിക്കുട്ടി ചേന ഇവിടെ. Hi, baby. Don't give me space. I will adjust. Hello. Hey man. Hello. What are you doing? Hey, come on, come on. Hey, come on. You scoundrel. Horrible. ദേ വരുന്നു നീ അന്വേഷിച്ച തമ്പിക്കുട്ടി ചായ. നിന്നെ കഷ്ടപ്പെട്ട് അന്വേഷിക്കാ പാവം. മോളെ മെറിനെ, എന്റെ കർത്താവേ, ഇത് ഏത് വഴിക്ക് വന്നു? പുള്ളി അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനുള്ള വരവാ. നീ കരുതി തന്നു. മോളെ തമ്പിക്കുട്ടി ചായോ. ആ? മോളെ യാത്രയൊക്കെ സുഖമായിരുന്നല്ലോ അല്ലേ? പിന്നെ എന്നാ പോവാ. എന്ത് ഭംഗിയാ ഗ്രേസി ചേച്ചി ഇവിടെ. നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഇതെന്തോന്നേ, ബ്രിട്ടന്റെ ബ്യൂട്ടി കാണണേലേ അങ്ങ് കൺട്രി സൈഡിലോട്ട് ആ, ചെല്ലണം. ഒരു ദിവസം മോളെ തമ്പിക്കുട്ടിയച്ചാൻ കൊണ്ടുപോ. എങ്ങനെയുണ്ട് തമ്പിക്കുട്ടി ചായ? UK ഓൺലൈൻ പത്രപ്രവർത്തനമൊക്കെ. അത് പിന്നെ ഉഷാറല്ലയോ മോളെ. UK മലയാളികൾ കാലത്തെണീറ്റുന്ന അപ്പിടണൽ അവർക്ക് ഈ തമ്പിക്കുട്ടിയുടെ മലയാളിയായിട്ട് ബ്രിട്ടനിൽ അത് ഒക്കുകയില്ല. ശരിയാ. ആ സമയത്ത് വായിക്കാൻ പറ്റിയ സാധനം അത്. എന്തായാലും ഇങ്ങോട്ടുള്ള നിന്റെ വരവോടെ ജോണി പാപ്പന്റെ പ്രയാസമൊക്കെ മാറിക്കാണും അല്ലയോ? ഓ, എങ്ങനെ മാറാനാ ചേച്ചി? 10 കൊല്ലം ഞാൻ ഇവിടെ തന്നെ കടന്ന് മടിച്ചാലും തീരാത്തത്ര കട ഇപ്പൊ തന്നെ ഉണ്ട്. അതിനിടയ്ക്ക് മാലുവിന്റെ പഠിപ്പും. നീ സമാധാനിക്ക്. എന്തായാലും നീ ആഗ്രഹിച്ച പോലൊരു ഫ്യൂച്ചർ തമ്പുരാൻ നിനക്ക് തന്നില്ലയോ? ഇനി ബാക്കി കൂടെ പുള്ളിക്കാരൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവും. എനിക്കറിയാവുന്ന 2-3 നഴ്സസ് എടുത്തിരിക്കുന്ന വീടാ. എല്ലാം മലയാളികളാ. ആ എത്തിയോ? ആ, ഹലോ. ഹായ്. കാണാഞ്ഞപ്പോ ഞാൻ വിളിക്കാൻ തുടങ്ങായിരുന്നു ഗ്രേസിയെ. ഓ, ഫ്ലൈറ്റ് ലേറ്റ് ആയിരുന്നേ. എയർ ഇന്ത്യ ആയിരിക്കും, നോ ഡൗട്ട്. ആ, അതെ. അച്ചായോ, ആ? മോളിലാ റൂം. ഓ, ജെസ്സിയെ എന്നാ ഉണ്ട്? അച്ചായോ, മരുന്നെ, നാട്ടിൽ നിന്ന് ആട്ടുകാലും താങ്ങിക്കൊണ്ടാണോ വന്ന്? മുടിഞ്ഞ വെയിറ്റ്. അയ്യോ. മെറിൻ, ഇത് ജെസ്സി. എന്റെ കൂടെ സിറ്റി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്നതാ. നാട്ടിലെവിടെയാ ചേച്ചി? കൂത്താട്ടോളം. ഓ, ഹായ്, ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി. നമുക്ക് വൈകിട്ട് വന്നിട്ട് ഡീറ്റെയിൽ ആയി പരിചയപ്പെടാം. ഓക്കേ, see you girls. See you. ഓ, സോറി, ഞാൻ അല്പം തിരക്കില്ല. കിച്ചണിൽ നിന്ന് എന്റെ ഷിഫ്റ്റാ. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഡ്യൂട്ടിക്ക് പോവാൻ. ഓക്കെ, യു ക്യാരി ഓൺ. ഓക്കെ. ആ, ഞങ്ങളിപ്പോ ഇറങ്ങുവേ. ഓക്കെ, ഞാൻ വിളിച്ചോളാം. ആ, കുറച്ച് കാശായത്. അടുത്ത മാസമല്ലേ സാലറി കിട്ടുള്ളൂ. നീ ഇത് വെച്ചോ.
മോളെ, നിന്നെ എന്റെ കൂടെ നിർത്തണമെന്ന് ആഗ്രഹമില്ല. നിനക്കറിയാലോ, അത് ശരിയാകില്ല. അതൊന്നും സാരമില്ല ചേച്ചി. You give us 22 minutes. We'll give you the world. 380, 400, 420, 440, 460, 480, 500. അയ്യോ, 500 pounds. എന്നുവെച്ചാ 500 into 100, 50,000 രൂപ. ഹലോ ഗ്രേസി ചേച്ചി, എനിക്കെന്തിനാ ഇത്ര അധികം കാശ് വന്നേ? ആ ഇരിക്കട്ടെ കൊച്ചേ, എന്തെങ്കിലും ഒരു ടൈറ്റ് വന്നാ എനിക്ക് നിന്നോടും ചോദിക്കാമല്ലോ. അടുത്ത മാസം മുതൽ നീ ആരാന്ന നിന്റെ വിചാരം? 2200 പൗണ്ടല്ലേ സ്റ്റാർട്ടിംഗ് സാലറി. ഓ, അത് നാട്ടിലെ പലിശക്കാർക്കൊന്നും ഉപ്പ് നോക്കാൻ പോലും ഇല്ല. അയ്യടി, മുൻകൂർ ജാമ്യം. ആ ശരി. എന്റെ മുന്നിൽ വന്നിരുന്ന് ബിസിനസ് സംസാരിക്കാറായോടാന്ന് ചോദിച്ച ആസിയേട്ടാ അന്ന് ആ പ്രസാദ് അയാളുടെ ഓഫീസിൽ നിന്ന് ഇറക്കി വിട്ടത്. എന്നിട്ടിപ്പോ അതേ ബിസിനസ് സംസാരിക്കാൻ അയാൾ എന്റെ ഓഫീസിൽ വന്നിരിക്കുന്നു. ഇനിയും വരുവടാ. ഈ കല്യാണം ഒന്ന് കഴിഞ്ഞ പ്രസാദെന്നല്ല, UK-യിലുള്ള സകല അലവലാദികളും നിന്റെ അടുത്ത് വരും. സംഗതി നീ ഒരു നാറിയാണെങ്കിലും നാട്ടിലും ഇവിടെയൊക്കെ ആയിട്ട് കുറെ അനുഭവിച്ചിട്ടില്ലേ ലൈഫിൽ? അതിനൊക്കെ ദൈവം ഇങ്ങനെയായിരിക്കും കോമ്പൻസേറ്റ് ചെയ്യുന്നത്. പറയാൻ പറ്റുകയല്ല. വീണനെ മോനെ വിജയ്, കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആവണമെങ്കിൽ ആ നമ്പ്യാരുടെ മോൾ ഓക്കെ പറയണം. അവളിങ്ങനെ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ നിന്ന് കഴിഞ്ഞാലേ ശരിയാവുകയല്ല. അത് അസിയേട്ടൻ ഡോൺ വറി. അവളെ എങ്ങനെ ഇംപ്രസ് ചെയ്യണമെന്നൊക്കെ ഇപ്പൊ എനിക്ക് നന്നായിട്ട് അറിയാം. അതെ അസിയേട്ടാ, ദൈവമായിട്ട് അതിനൊരു വഴി ഇപ്പൊ എനിക്ക് കൊണ്ടു തന്നിട്ടുണ്ട്. അച്ചായ, എനിക്കൊന്ന് കിടക്കണമായിരുന്നു. മോള് കിടന്നോ, അച്ചായൻ താട്ട ഇവിടെ ഇങ്ങനെ ഇരുത്തോളാം. ആരാ വിളിച്ചേ? അത് നാട്ടിന്നാ. ഞാൻ പിന്നെ അങ്ങോട്ട് തിരിച്ചു വിളിച്ചോളാം. ഓ, ആ മോള് വേണേ കിടന്നോ. അച്ചായ സഹായിക്കണോ? വേണ്ട വേണ്ട, കുഴപ്പമില്ല, അച്ചായ സഹായിക്കാം. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ അച്ചായന് ഇത്തിരി വെള്ളം ചൂടാക്കി കൊണ്ടുവരാമോ? അത് കൊള്ളാം. അച്ചായ മോക്ക് വേണ്ടി എന്തും ചെയ്യില്ലേ? ദേ ഇപ്പൊ കൊണ്ടുവരാം. റോസമ്മ 6th എംബാസി ലണ്ടനിൽ ചെന്നപ്പോ വായസന ഹലോ ഹലോ, സോറി കേട്ടോ. അതെനിക്ക് ഫോൺ എടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു, അതുകൊണ്ടാ കട്ട് ചെയ്തത്. അതെന്താ അവിടെ ഫോൺ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ? അത് ആ തമ്പിക്കുട്ടി ചായൻ ഇവിടെ വന്നിരിക്കായിരുന്നു. എന്നിട്ട് അയാൾ പോയോ? ഏയ് ഇല്ല, പോന്ന മട്ടൊന്നും കാണുന്നില്ല. ആള് നന്നായി കുടിച്ചിട്ടുണ്ട്. അവിടെ വേറെ ആരുമില്ലേ? ഇല്ല, എല്ലാരും ഡ്യൂട്ടിയിലാ. മെരിമോളെ, ചൂട് ഇത് മതിയോ? ആ മതി മതി. വേണ്ട 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 വേണ്ട, അച്ചായൻ പിടിച്ചു തരാം കേട്ടോ. വേണ്ട, ഞാൻ ഓ, കുടിച്ചോ. അതെന്താ മെരിമോളെ, അച്ചായൻ എന്താ അന്യനാണോ? കൊണ്ടുപോ. അത് പോയില്ലേ? എന്താ മോളെ ഇത്? അച്ചായൻ പോയി ആ ചെയറിലിരിക്ക്, അല്ലെങ്കിൽ ഞാൻ ഗ്രേസ് ചേച്ചിയെ വിളിക്കുവേ.
അവക്കിന്ന് ഓട്ടിയില്ല ഡ്യൂട്ടി. അതുകൊണ്ട് വിളിച്ചാ കിട്ടുകയില്ല. ഏ? നാശം. ജെസ്സി ചേച്ചി ആവും. അച്ചായൻ പോയി തുറന്നേ. ഇത് അല്ലേ വേണ്ട, ഞാൻ പൊക്കോളാം. വേണ്ട വേണ്ട, ഞാൻ പൊക്കോളാം. അല്ല, ആരിത്? തമ്പിക്കുട്ടി ചായനോ? അച്ചായൻ തണുപ്പ് മാറ്റാൻ ഇറങ്ങിയായിരിക്കും അല്ലയോ? എന്ത് വേണോ? ഒന്ന് മാറി നിക്ക അച്ചായ. മെറിനെന്തേ? ഓ, മുകളിലായിരിക്കും അല്ലേ? ഞാൻ അങ്ങോട്ട് പോയി കണ്ടോളാം. എന്നാത്തിനാ? ഹായ് മെറിൻ. മാത്രമുള്ള വീട്ടിൽ കയറി തെമ്മാടത്തരം കാണിക്കുന്നോ? അത് ഞാനുള്ളപ്പോ എന്നൊന്ന് കാണണല്ലോ. മെറി മോളെ, ഹായ്. മോളെ, ഇവനിവിടെ എന്താ കാര്യം? എന്തോ? നിനക്ക് ഇവിടെ എന്താ കാര്യം? അയ്യോ, അത് ഞാൻ അച്ചായനോട് പറയാൻ മറന്നുപോയി. അച്ചായൻ വന്നേ. എന്നാത്തിന്? വന്ന കാര്യം പറയട്ടെ അച്ചായ. വന്നേ. മെറിൻ, ജസ്റ്റ് എ മിനിറ്റ്. ഈ തണുപ്പിന്റെ നിന്റെ ഈ കഴപ്പ് നന്നായിട്ടൊന്ന് പൊള്ളിയാലേ അതങ്ങ് മാറും. ഇനി നിന്റെ ഈ ചെറ്റത്തരമായിട്ട് ആ പെങ്കൊച്ചിന്റെ അടുത്ത് ചെന്നുവെന്ന് ഞാൻ അറിഞ്ഞ പിറ്റേന്ന് നിന്റെ പത്രത്തില് നിന്റെ ചരമ വാർത്ത വരും. മെറിന്റെ വീടല്ലേ? അതെ. ആ, നമസ്കാരം. ഞാൻ വിജയ് ദാസ്, ലണ്ടനാ. മെറിന്റെ ഫ്രണ്ടാണ്. ഞാൻ മെറിന്റെ ഫാദറാ. ഓ, മനസ്സിലായി. കേറി വന്നാട്ടെ. ആ, ഇരുന്നാട്ടെ. ഓ. മാലു അല്ലേ? അതെ. മെറിൻ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ചോക്ലേറ്റ്സ് ചേച്ചി പ്രത്യേകം തന്നയച്ചതാ. ദാ. താങ്ക്സ്. ഓ, ഇദ്ദേഹത്തെ മനസ്സിലായില്ല. ഞാൻ തോമാച്ചൻ, ഇവരുടെ അയൽക്കാരനാ. എന്ത് ചെയ്യുന്നു? ഓ, ചെയ്യുന്നത് പറഞ്ഞ നിങ്ങളുടെയൊക്കെ കണ്ണിൽ അതൊരു നാറിയ ഏർപ്പാടാന്നേ. പലിശയ്ക്ക് കാശ് കൊടുക്കൽ. ഇവിടെയൊക്കെ ഇപ്പൊ എങ്ങനെയാ ചേട്ടാ? മാർക്കറ്റിൽ നല്ല സ്കോപ്പാ അല്ലേ? ഒരു കോപ്പുമില്ല. ചില നാറുകൾ വാങ്ങിച്ച തരുകയിലെന്നേ. പിന്നെ ഇത് മെറിൻ തന്നയച്ചതാ. അല്ല, ഈ എഴുത്തും മുട്ടായും അല്ലാത്ത വേറൊന്നും തന്നു വിട്ടില്ല കൊച്ച്. വേറെ അതെ, അവനെ പറയാൻ നാണായിരിക്കും. എനിക്കതില്ലാത്തോണ്ട് ഞാൻ പറയാം. പലപ്പോഴായി എന്നോടായിരുന്നു വാങ്ങിച്ചതും അതിന്റെ പലിശയും പലിശയുടെ പലിശയും ഒക്കെ ചേർത്ത് നല്ലൊരു സംഖ്യ ഇവന് എനിക്ക് തരാനുണ്ട്. ലണ്ടനെ പോയി പണിയെടുത്തുണ്ടാക്കുന്ന കാശ് മാസാമാസം തരാന്നാ കൊച്ചു വാക്ക് പറഞ്ഞതിന്റെ പേരിലാ ഞാൻ തൽക്കാലം അടങ്ങിയത്. പക്ഷെ ഇപ്പോ അവള് പോയിട്ട് 2 മാസമായി. ഒരു ചില്ലിക്കാശ് എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. എന്റെ ബലമായ സംശയം ഇത് വിറ്റുകളെല്ലാം കൂടെ ഒത്തുകൊണ്ടുള്ള പണിയാന്നാ. അയ്യോ, അത് പറഞ്ഞപ്പോഴാ ഞാൻ മറന്നുപോയി. മെറിൻ സാലറി കിട്ടിയ ക്യാഷ് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ദാ, അതങ്ങ് തന്നേക്ക്. ഇതൊക്കെ അങ്ങനെ മറക്കാമോ കുഞ്ഞെ? സാരമില്ല, 1 മാസത്തേക്കുള്ള പലിശക്കായി. എങ്കിൽ ജോണിച്ചാ, ഇനി ഞാൻ ഇരിക്കുന്നില്ല.
പിരിയക്കടക്കാര് വേറെ ഉണ്ടേ. എന്നാ വരട്ടെ ലണ്ടപ്പോനെ. ആ അപ്പൊ ശരി. അല്ല, നാട്ടിലെത്തിയ 7 ദിവസം കൊണ്ട് 7000 കൂട്ടം കാര്യങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവിടുന്ന് പോയ ആളാ. എന്നിട്ടിപ്പോ ഞാനറിയാതെ എൻ്റെ വീടും തപ്പിപ്പിടിച്ച് ചെന്ന് കയ്യിലുണ്ടായിരുന്ന കാശും കൊടുത്ത് അവിടെ നിന്നുള്ള അച്ചപ്പവും കുഴലപ്പവും ഒക്കെ ആയിട്ട് വന്നേക്കുന്നു. പട്ടുണ്ടോ? കുറച്ച് ഈ അടുത്താ തുടങ്ങിയത്. ആ പിന്നെ പറഞ്ഞില്ലാന്ന് വേണ്ട, ഇനി ആ കാശ് തിരിച്ചു കിട്ടണേ കുറച്ചേറെ കാത്തിരിക്കേണ്ടി വരും. ഞാൻ കാത്തിരുന്നോളാം.